ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയായിരുന്നു. അതിലേക്ക് വേണ്ടുന്ന തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, ഉപ്പിട്ട് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തേ. അതിന് ശേഷം ഞാൻ ഗ്യാസ് കത്തിച്ചു. ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് വേണ്ടുന്ന കടുക് വറുത്തു. പിന്നെ ഗ്യാസ് കത്തിച്ചു, ചീനിച്ചട്ടി വെച്ചിട്ട് ആദ്യം വെച്ചിട്ട് ശരിയായില്ല കേട്ടോ, ഒന്ന് ചരിഞ്ഞു പോയി. പിന്നെ ഞാൻ എടുത്ത് രണ്ടാമതൊന്നുകൂടെ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, അരിഞ്ഞു വെച്ച ഉള്ളിയും ഇട്ട് കടുക് വറുത്തേ. എൻ്റെ വീട്ടിലെ മോന് ദോശയാണ് ഇഷ്ടമെങ്കിൽ മോൾക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു ഇഷ്ടക്കേടും ഇഷ്ടക്കുറവുകളും ഒക്കെ ഉണ്ടോ? പിന്നെന്താ, അത് നല്ലപോലെ വഴണ്ട് വന്നപ്പോഴത്തേക്കിനും അരച്ച് വെച്ച തേങ്ങ കൂട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു. ജസ്റ്റ് ഒന്ന് ചൂടായി, ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിനും ഞാനത് ഓഫാക്കി കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനത് ഓഫാക്കുവേ. രാത്രി അരി അരച്ച് വെച്ചില്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ടെൻഷനല്ലേ, രാവിലെ എന്തുണ്ടാക്കും, രാവിലെ എഴുന്നേറ്റ് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കണം, അത് പരത്തണം, പിന്നെ അത് ചുട്ടെടുക്കണം. എനിക്കതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? പിന്നെ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷമാണ് ദോശയ്ക്ക് പാൻ വെച്ചു. അതിലേക്ക് മാവ് ഒഴിച്ച് നല്ലപോലെ പരത്തിയെടുത്ത് നല്ല വൃത്തിക്ക് പരത്തിയെടുത്ത് അതിന് ശേഷം മാവ് ഒന്ന് വേകാൻ തുടങ്ങില്ലേ, ആ ഒരു ടൈമിലാണ് ഞാൻ എണ്ണ തൂക്കി കൊടുക്കുന്നത്. രാവിലെ മോനെ അംഗനവാടി കൊണ്ടുവിടാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഓട്ടത്തിനിടയ്ക്ക് എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്കിത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഒരു സാധാരണക്കാരിയുടെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അപ്പം മാവ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും അതിനകത്തിലേക്ക് ഈ പരുവാകുമ്പം എണ്ണ തൂക്കി കൊടുക്കും. അത് പിന്നെ ഒന്നുകൂടെ നല്ലപോലെ മുരിച്ച് പാത്രത്തിലേക്ക് മാറ്റി രാവിലെ മോൾക്ക് കൊടുത്തു.